നമസ്കാരം, എൻ്റെ പേര് ഐശ്വര്യ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നില്ലേ? ഓക്കെ, ഇന്ന് നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയാലോ? നിങ്ങളുടെ ചുറ്റും ഒന്ന് കണ്ണോടിച്ച് നോക്കിയേ. നിങ്ങൾക്ക് ഒരുപാട് ജോമെട്രിക്കൽ ഷേപ്സ് കാണാൻ സാധിക്കുമല്ലേ? എന്തൊക്കെയാണവ? നമ്മൾ കയ്യിലിടാറുള്ള വള ശ്രദ്ധിച്ചാൽ അറിയാം, അത് സർക്കുലർ ഷേപ്പാണ്. ഇനി നമ്മൾ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ കാണുന്ന ട്രാഫിക് സിഗ്നൽ ബോർഡ്സ് ഇല്ലേ, അതൊക്കെ നോക്കിയേ, ട്രയാങ്കുലർ ഷേപ്പിലാണല്ലേ ഉള്ളത്. ഇതുപോലെ ഒരുപാട് ജോമെട്രിക്കൽ ഷേപ്സ് നമുക്ക് നമ്മുടെ ചുറ്റിനും കാണാൻ സാധിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്തരത്തിലുള്ള കുറച്ച് ജോമെട്രിക്കൽ ഫിഗേഴ്സിനെ പറ്റി നോക്കാം. അപ്പോൾ അതിൻ്റെ പേര് പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചു തരാം. അപ്പോൾ അത് നോക്കിയിട്ട് ആ ഫിഗേഴ്സിന് കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്താണെന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിക്കണം. ഇതാണ് ആ ജോമെട്രിക് ഫിഗേഴ്സ്. എന്തൊക്കെ പ്രത്യേകതകളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്? കണ്ടെത്തിയോ? ശരി, നമുക്ക് നോക്കാം. നമ്മൾ കണ്ട ഫിഗേഴ്സ് എല്ലാം 2D ഫിഗേഴ്സാണ്. അതുപോലെ അതിനെല്ലാത്തിനും 4 സൈഡ്സ് ഉണ്ട്, 4 ആംഗിൾസ് ഉണ്ട്. മാത്രമല്ല അവയെല്ലാം ക്ലോസ്ഡ് ഫിഗേഴ്സും ആയിരുന്നു. നമ്മൾ കണ്ട ഫിഗേഴ്സ് എല്ലാം 4 സൈഡഡ് പോളിഗൺ ആണ്. ഇങ്ങനെ 4 സൈഡുള്ള പോളിഗണിന് പറയുന്ന പേരെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ക്വാഡ്രിലാറ്ററൽസ് എന്നാണ് ഇത്തരത്തിലുള്ള ഫിഗേഴ്സിന് പറയുന്ന പേര്. നമുക്കതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. സ്ക്വയർ, റെക്റ്റാങ്കിൾ, പാരലലോഗ്രാം, റോംബസ്, ട്രപ്പീസിയം, ഐസോസ്ലസ് ട്രപ്പീസിയം. നമുക്കാദ്യം റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകതകൾ നോക്കിയാലോ? ഈ ഫിഗർ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം, റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലുമാണ്, അതുപോലെ അത് പാരലലുമാണ്. പിന്നെ എല്ലാ ആംഗിൾസും എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. ഇനി റെക്റ്റാങ്കിളിൻ്റെ ഡയഗണൽ നോക്കുവാണെങ്കിൽ ഡയഗണൽസ് ഈക്വൽ ആയിരിക്കും, അതായത് AC = DB ആണ്. അതുപോലെ ഡയഗണൽസ് പരസ്പരം ബൈസെക്റ്റ് ചെയ്യുകയും ചെയ്യും. നമ്മൾ എന്നും കാണാറുള്ള ബ്ലാക്ക് ബോർഡ്, പിന്നെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന പേപ്പർ, ഇതെല്ലാം റെക്റ്റാങ്കുലർ ഷേപ്പാണ്. ഇനി നമുക്ക് സ്ക്വയറിനെ പറ്റി നോക്കിയാലോ? നമുക്ക് എല്ലാവർക്കും അറിയാം, സ്ക്വയറിൻ്റെ സൈഡ്സ് എല്ലാം ഈക്വലാണ്, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലാണ്, അതുപോലെ എല്ലാ ആംഗിൾസും 90 ഡിഗ്രിയാണ്. സ്ക്വയറിൻ്റെ ഡയഗണൽസിൻ്റെ പ്രത്യേകത എന്താ? ഡയഗണൽസ് ഈക്വലാണ്, അതുപോലെ ഡയഗണൽസ് പരസ്പരം പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്. നിങ്ങൾ ചെസ് ബോർഡ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിലൊരുപാട് സ്ക്വയേഴ്സ് ഉണ്ടല്ലേ? എത്ര സ്ക്വയേഴ്സ് ഉണ്ടെന്ന് നിങ്ങൾ എണ്ണി നോക്കിയിട്ടുണ്ടോ? അടുത്തതായിട്ട് നമുക്ക് പാരലലോഗ്രാമിനെ പറ്റി നോക്കാം. ഈ ഫിഗർ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലാണ്, അതുപോലെ പാരലലുമാണ്. പിന്നെ ഇതിൻ്റെ ആംഗിൾസിൻ്റെ പ്രത്യേകത എന്താ? എല്ലാം 90 ഡിഗ്രി ആണോ? അല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വലാണ്. പിന്നെ ഇതിൻ്റെ ഡയഗണൽസ് ബൈസെക്ടേഴ്സ് ഓഫ് ഈച്ച് അതറാണ്. നമ്മൾ കഴിക്കാറുള്ള ഈ സ്വീറ്റ്സൊക്കെ പാരലോഗ്രാമിൻ്റെ ഷേപ്പിലാണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമായിരുന്നു? ഇനി നമുക്ക് ഐസോസ്ലസ് ട്രപ്പീസിയത്തിനെ പറ്റി നോക്കാം. ഐസോസ്ലസ് ട്രപ്പീസിയത്തിൻ്റെ ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലായിരിക്കും, അതുപോലെ നോൺ പാരലായിട്ടുള്ള 2 സൈഡ്സ് ഉണ്ടല്ലോ, അത് ഈക്വലും ആയിരിക്കും. പിന്നെ നമ്മൾ ഇതിന് 2 ഡയഗണൽസ് വരച്ചു കഴിഞ്ഞാൽ ആ 2 ഡയഗണൽസ് ഈക്വൽ ആയിരിക്കും. കുട്ടികളോടൊരു വീടിൻ്റെ പടം വരച്ചു തരാൻ പറഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു പടം വരച്ചു തരാറുണ്ടല്ലേ? അതിൻ്റെ റൂഫ് നോക്കിയേ, ഐസോസ്ലസ് ട്രപ്പീസിയത്തിൻ്റെ ഷേപ്പല്ലേ അത്. ഈ ചിത്രം നിങ്ങൾ കണ്ടോ? എന്താണ് ഇതിൻ്റെ പ്രത്യേകത? അതെ, കുറച്ച് ക്വാഡ്രിലാറ്ററൽസ് യൂസ് ചെയ്ത് വരച്ച ചിത്രമാണല്ലേ ഇത്. ഇതൊരു കുട്ടി വരച്ച ചിത്രമാണ്. ഇതുപോലെ നിങ്ങൾക്കും വരയ്ക്കാമോ ഒരു ചിത്രം? നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, താങ്ക് യു ഓൾ.